എനിക്ക് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായി. ഈ കടലെട്ടി മലയാളം റോഡ് സൈഡിൽ വെയിലത്തും മുതലൊക്കെ നിന്ന് സംസാരിക്കുന്നത് ടി-വിയിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിന്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ള ഒരു സിനിമയിൽ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. മനസ്സിലാക്കിയ ചോദ്യം ആക്കി ചോദിച്ചാണോ? അത് അഭിലാഷേന് മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പൊരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ അപ്പം ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാരം നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരമിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും, കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട് വേഗം വേഗം സമയമായി. ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് അവഴി പോയി. അപ്പൊ അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാൽ എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്. വ്യത്യസ്തമായിട്ടാണ് എല്ലാ മൂവിയിലും ചെയ്യുന്നത്. പോലീസ് വേഷത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ടൈറ്റിൽ റോളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് ഏത് കഥാപാത്രം ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട്? എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഒരു കഥ ഒത്തു വന്ന ക്യാരക്ടർ അതിന് രീതിക്ക് വന്നപ്പോൾ മാത്രമേ നമുക്ക് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി അഭിലാഷ് ചേട്ടനും ചേട്ടനും പിന്നെ എന്റെ ചേട്ടനെ കുറിച്ച് ഓൾറെഡി ഒരു കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പൊ അതിൽ വന്ന് കഥ കേട്ടു, ഈ ഒരു ജസ്റ്റ് വൺ ലൈനിൽ കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇതാണ്, കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത് ഇങ്ങനത്തെ ഒരു അമ്മ മകൻ ചെറിയൊരു ഫാന്റസി പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ അതൊരു ത്രില്ലർ സബ്ജക്റ്റിൽ പറഞ്ഞു പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും, പുതിയൊരു രീതിയാണല്ലോ, പുതിയൊരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. പിന്നെ ഒരു റാൻഡംലി ചൂസ് ചെയ്ത സ്റ്റൈൽ ഓഫ് മെത്തേഡാണ് ഈ പടത്തില്. ഈ ആനന്ദ് ശ്രീവാലയുടെ ആനന്ദായിട്ട് ഭയങ്കര ലോ പേസിൽ പോകുന്ന. അപ്പൊ ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോൾ പറഞ്ഞ അത് നന്നായി വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ പടം കണ്ടുപിടിക്കറിയാം അമ്മയുടെ ബാക്ക് സ്റ്റോറി ഉള്ളപ്പോൾ അതെപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ ലോ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. എല്ലാം പറയാൻ കുഴപ്പമില്ല, പടങ്ങളൊക്കെ ചെയ്തത് കുഴപ്പമില്ല. നമ്മളെല്ലാ പടവും ചെയ്യണതും കമ്മിറ്റ് ചെയ്യണതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണ്. ചില പടങ്ങള് ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പടം തുറക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നതും. നമുക്കറിയുന്ന ജോലി ഇതാണ്, അടുത്ത പടത്തിൽ ശ്രമിക്കാം. ഇത് ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫസ്റ്റ് ഷോയിലേക്ക് തന്നെ അല്ലെങ്കിൽ നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രതീക്ഷ തന്നെയാണ്. ചേച്ചി പറഞ്ഞ പോലെ 3 ദിവസം ഇടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കണം. ഇത് ഡേ 1 ആയിട്ടുള്ളൂ, ഇടയ്ക്കുണ്ട് 99 ദിവസം നോക്കാം. ചെയ്യുന്ന കഥാപാത്രം വളരെ സത്യമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ ഓസ്ലറാണ്. അവസാനം വരുന്ന സെക്കൻഡ് പ്രേക്ഷകർ ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ല, ഏറ്റവും കൂടുതൽ ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നുകൂടെ അടുത്ത് എന്തെന്ന് കാത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഇതുണ്ട്. ഓസ്ലറിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, പ്രേക്ഷകരിൽ ത്രില്ല് എടുപ്പിക്കുന്ന അടുത്തതുണ്ട്, ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഇനി ഓസ്ലർ 2 വരുമ്പോൾ അതിനായിട്ടുള്ള ആ കഥാപാത്രത്തിന് വേറൊരു മുഖമായിരിക്കും കാണാനുള്ളത്. എന്റെ ഡിസ്കഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ചെയ്യണ സമയത്ത് ഈ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പൊ അതില് നീ ആയിരിക്കും വില്ലൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവല്ലോ ലാസ്റ്റ് ക്ലൈമാക്സ്. അല്ല, അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതാ ഇപ്പം എഴുതിയൊക്കെ വരുമ്പോ അങ്ങനെ വേണ്ട, വേറെ ആളാക്കാൻ നാളെക്കേടായില്ല.
അപ്പൊ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചു, നിതിൻ ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാണ് ചോദിച്ചു. ഉണ്ടാവും പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായത്. ഉണ്ടാവുമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്. ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്ന്. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ഹോസ്റ്റലറിന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ ദിവസം ബാക്കി എല്ലാവരും 3 ദിവസം 4 ദിവസം ഭയങ്കര ട്രാക്കിലാവും. ഡയറക്ടറിന് എന്താ വേണ്ടെന്നുള്ള രീതിയിൽ സമയമില്ല. അപ്പുറം ട്രാക്കിലാവുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പൊ കുറച്ചധികം 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചധികം പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടായിട്ട് കിട്ടി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ സന്തോഷമുണ്ട്.